നേതാക്കളുടെ ഡൽഹിക്കുള്ള കേരള എക്സ്പ്രസിൽ ആ യാത്രയിൽ ശ്രീലേഖ പോകില്ല. 3 ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട് എന്ന് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി വിരുന്നൊരുക്കുന്ന ദിവസം ഡൽഹിയിൽ വിമാനത്തിൽ എത്തുമെന്ന് ശ്രീലേഖ അറിയിക്കുന്നുണ്ട്. ട്രെയിൻ കടന്നുപോകുന്ന സംസ്ഥാനങ്ങളിൽ BJP നേതാക്കൾ സ്വീകരണം നൽകുന്നതായിരിക്കും. TS ഹരികൃഷ്ണയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഹരി, ഗുഡ് മോർണിംഗ്. 3 ദിവസത്തെ യാത്രയൊക്കെ ട്രെയിനിൽ അത്രയ്ക്ക് പറ്റില്ല, അന്നങ്ങ് നേരിട്ട് എത്തിക്കോളാം എന്നുള്ള വിശദീകരണമൊക്കെ വരുന്നുണ്ട്. പക്ഷേ കുറെ നാളുകൾ നമ്മൾ സംസാരിച്ച മറ്റു തലങ്ങളൊക്കെ ഉണ്ടല്ലോ, പിണക്കവും വിവാദങ്ങളും ഒക്കെ തന്നെ. ഇതിനി വല്ല പിണക്കത്തിന്റെ ഭാഗവും മറ്റോ ആണോ? അന്ന് ഈ പിണക്കവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നത് ശ്രീലേഖയെ വിജയിച്ചതിന് ശേഷം മേയറാക്കുമെന്ന് പറഞ്ഞിട്ട് മേയറാക്കിയില്ല എന്നുള്ള ഒരു അതൃപ്തിയായിരുന്നു അന്ന് ശ്രീലേഖ പരസ്യമായി രംഗത്തെത്തിയത്. പക്ഷേ ഇതിപ്പോൾ പ്രധാനമന്ത്രി ക്ഷണിച്ചിരിക്കുന്നത് 12-ാം തീയതിയാണ് ഡൽഹിയിൽ ഈ കൗൺസിലർമാർക്കൊക്കെ ആയിട്ട് വിരുന്ന് വച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12:30-ക്കാണ് കേരള എക്സ്പ്രസിൽ ട്രെയിനിൽ ഇവർ യാത്ര തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നഗരസഭയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 50 BJP കൗൺസിലർമാരുണ്ട്. ഇതിൽ ശ്രീലേഖ മാത്രമല്ല, ആകെ 2 പേർ പോകുന്നില്ല. 48 കൗൺസിലർമാരാണ് ഡൽഹിക്ക് പോകുന്നത്. രണ്ടാമത്തെ ആൾ, ഒന്ന് ശ്രീലേഖ 3 ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യാൻ അസൗകര്യമുണ്ട്, ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവർ പോകാത്തത്. രണ്ടാമത്തെ ആൾ MR ഗോപനാണ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുള്ള MR ഗോപൻ പോകാത്തതിന് കാരണം അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. 3 ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യം ശ്രീലേഖയും നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ 2 പേരും പോകാത്തതിൻ്റെ കാരണം. കോർപ്പറേഷനിലെ 48 കൗൺസിലർമാരും ഒപ്പം തന്നെ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് അധ്യക്ഷന്മാരും ആണ് ഡൽഹിക്ക് പോകുന്നത്. 12:30-നാണ് കേരള എക്സ്പ്രസിലേക്കുള്ള യാത്ര.